ഹായ്, എല്ലാവർക്കും CNITസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ചെയ്തേക്കുന്ന ഒരു നെക്ക് ചെയ്യുന്ന മോഡൽ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം അതിന് മറുപടി കൊടുത്തിരുന്നു. നമ്മൾ ആ സെയിം മോഡൽ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് സെയിം നെക്ക് തന്നെയാണ്, പിന്നെ ചെറിയ ഡിസൈൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ നെക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുത്ത് വയ്ക്കും. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടെ ചേർത്തിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണേ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ വീനെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീനെക്കിന് അളവെടുക്കുന്നത് ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് അതായത് കഴുത്ത് നമ്മൾ മുറിയാത്ത വശമാണ് കേട്ടോ, നെക്ക് വെട്ടുന്ന വശമാണ്. ഇത് ഇപ്പുറ സൈഡാണ് മുറിഞ്ഞത് കേട്ടോ. ഇത് മുറിയാത്ത വശമാണ്. നമ്മൾ 4ആയിട്ടാണ് മടക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ 3.5 ഇഞ്ച് നമ്മൾ കഴുത്ത് അകലം എടുക്കുക. കുറച്ച് വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, അതായത് കുറച്ച് ഷോൾഡർ കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇവിടെ 3.5 എന്നുള്ളത് 4 എടുക്കാം കേട്ടോ. അപ്പം ഞാൻ 3.5 എടുത്തേക്കുന്നത്. പിന്നെ ഇതാ താഴെ ഇവിടെ നമുക്ക് 13 ഇഞ്ച് കേട്ടോ, കാണാമല്ലോ അല്ലേ. 13 ഇഞ്ചാണേ വരുന്നത്. 13 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ 3.5-ന്ന് 13 ഇഞ്ചിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 6 ഇഞ്ച് കൂടെ, അതായത് നമുക്ക് ഷോൾഡർ കഴുത്തിൻ്റെ അളവ് 6 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 6, 7 ഒക്കെ എടുക്കുന്നവർക്ക് അതനുസരിച്ചും ഇവിടെ ഇറക്കി മാർക്ക് ചെയ്യാം. ഞാൻ ഇവർക്ക് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. സോറി, 6 അല്ല, 6.5 ഇഞ്ച് കേട്ടോ, പറഞ്ഞത് മാർക്ക് ചെയ്താണ്. 6.5 ഇഞ്ചാണ് ഇവർക്ക് കഴുത്തളവ് കൊടുക്കുന്നത്. 6 ഇഞ്ചല്ല കേട്ടോ, 6.5 ഇഞ്ചാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് നേരത്തെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. 6.5 ഇഞ്ച് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് പടി കൊടുക്കാനുള്ളത്. ഈ 6.5 ഇഞ്ചിലാണ് നമ്മൾ ഉള്ളിൽ നിന്ന് പടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് ഇറക്കം മതി. ഇവിടെ നമ്മൾ 13 ഇഞ്ചിലോട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുണി വെച്ച് അടിച്ച് മറച്ചിട്ട് വേണം നമുക്കിവിടെ പടി കൊടുക്കാനായിട്ട്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് ഇവിടെ 3.5 ഇഞ്ചും, അത് ഇച്ചിരൂടെയൊക്കെ ഷോൾഡർ അളവ് കൂടുതലുള്ളവർക്കാണെങ്കിൽ 3.5 എന്നുള്ളത് 4 കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ 3.5 കൊടുക്കുന്നുള്ളൂ. കഴുത്ത് ഇറക്കം 6.5 കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഇവിടുത്തെ ഇറക്കം 13 ഇഞ്ചാണ് കേട്ടോ. ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കി അളവ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്ത് 3.5 അത് ബാക്ക് നെക്കിന് മാർക്ക് ചെയ്തു. ഇവർക്ക് ബാക്ക് നെക്ക് വേണ്ടത് നമ്മൾ 4 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ 4 ഇഞ്ച് ബാക്ക് നെക്കിൽ മാർക്ക് ചെയ്തു. ഇവിടെ 3.5 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ കഴുത്ത് അകലം ഇട്ടു. 4 ഇഞ്ച് ഇതിന് നമ്മൾ ഒരു ബോക്സാക്കി ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് നെക്ക് നമുക്ക് മാറ്റാം, എന്നിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇനി ഫ്രണ്ട് നെക്ക് നേരെ ഇടാം. ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ ബാക്ക് നെക്ക് ഫ്രണ്ടിനൊക്കെ നമ്മൾ കട്ട് ചെയ്തു കേട്ടോ. ഇതേ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ അടിച്ചിട്ട് ഉള്ളിലോട്ട് മറക്കാനായിട്ട് ഒരു കഷ്ണം വെച്ച് കൊടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് സ്ട്രെയിറ്റ് പീസ് വെച്ചിട്ട് മറിച്ചടിക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ അടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പിൽ വെച്ചിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അടിച്ച് ഉള്ളിലോട്ട് വേണമെങ്കിലും മറിച്ച് കൊടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ
ബാക്കിയുള്ളത് കട്ട് ചെയ്യുമ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പീസ് അത് കാണിച്ചു തരാം കേട്ടോ. അത് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവർക്ക് ഹക്കോബയുടെ തുണി കൊണ്ട് വൈറ്റ് ഹക്കോബയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാമേ. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ റോസ് കളർ തുണി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു സെയിം ലെങ്ത്തിലൊരു തുണിയാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, ഉള്ളിലോട്ട് അടിച്ച് മറയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് ലൈനിങ് ഉള്ളവർക്ക്, ലൈനിങ് വെച്ച് അടിക്കുന്നവർക്കാണെങ്കിൽ ലൈനിങ് വെച്ച് അടിച്ച് മറച്ചാൽ മതി കേട്ടോ. വേറെ പീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ലൈനിങ് കൊടുക്കാത്തതുകൊണ്ടാണ് അതിനുള്ളൊരു കഷ്ണം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഹക്കോബയുടെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലൊരു ഹക്കോബയുടെ കഷ്ണം കൂടെ നമ്മൾ മുറിച്ച് വെച്ചേക്കുക. ഇവിടെ നമ്മൾ മുറിയാത്ത വശമുണ്ട്, അതായത് രണ്ടായിട്ട് മടക്കിയാണ് കൊടുത്തേക്കുന്നത്. കാരണം ഒരു ലെയർ കൊടുത്താൽ നമുക്ക് ഇതിന് നെളിപ്പ് വരും. അതുകൊണ്ട് നമ്മൾ 2 പീസാണ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഒരു പീസ് കൊടുത്തിട്ട് അതിനകത്ത് അടിയിൽ കട്ടിയുള്ളൊരു വൈറ്റ് തുണി കൂടെ കൊടുത്തിട്ട് അടിച്ച് മറിച്ചെടുക്കുക, 2 ലെയർ വരത്തക്ക രീതിയിൽ. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് കുറച്ചുകൂടെ നല്ലത്. 2 ലെയർ കൊടുക്കണമെന്നില്ല. ഇതൊരു ലെയർ വെച്ചിട്ട് അടിച്ച് മറിച്ച് അടിയിൽ വൈറ്റ് പീസ് വന്നാലും മതി കട്ടിക്ക് ഇവിടെ, കാരണം ഇവിടെ നെളിപ്പ് വരരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 പീസാണ് കൊടുത്തേക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പീസ് അടിയിൽ കൊടുത്തിട്ട് ലൈനിങ് പോലെ കൊടുത്തിട്ട് അടിച്ച് മറിച്ചിട്ട് നമ്മൾ കറക്റ്റ് 6.5 വെച്ചിട്ടുണ്ട്. ഈ 6.5-ൽ ഈ നെക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. ഇത് അടിച്ച് മറിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്ച്ച് കഴിയുമ്പോൾ മോഡൽ വരുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ വെട്ടി വെച്ചേക്കുന്നതാ ഈ പീസ് വെച്ചിട്ട് അടിച്ച് ഉള്ളിലോട്ട് ആദ്യം മറക്കണം. ഇതിൻ്റെ സൈഡ് വഴി അടിക്കണം. അടിച്ച് നമ്മൾ ഉള്ളിലോട്ട് മറച്ച് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ 6.5 ഇഞ്ച് ഇറക്കം വരത്തക്ക രീതിയിൽ നെക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ കറക്റ്റായിട്ട് അളവ് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അടിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഷോ ബട്ടൺ എടുക്കണമെങ്കിൽ കൊടുക്കാം, ഫ്ലവർ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ലേസ് വേണമെങ്കിൽ നമുക്ക് അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നെക്കൊക്കെ ഇത് വെച്ചിട്ട് അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഈ പീസും കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലേസ് കൊടുക്കണമെങ്കിൽ, നമ്മുടെ കയ്യിൽ അങ്ങനെ ലേസ് കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ലേസ് അങ്ങനെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ച് മറിച്ചിട്ട് ഈ പീസ് മാത്രം കൊടുത്താൽ. ഇതിൽ നമ്മൾ ലേസ് കൊടുക്കുന്നില്ല, കസ്റ്റമറിന് ലേസ് വേണ്ട, നമ്മൾ നെക്ക് മാത്രമേ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. ലേസ് വേണ്ടവർക്ക് ലേസ് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇതെവിടെ ഷോ ബട്ടൺ വേണമെങ്കിൽ റോസ്, ഇപ്പോൾ ഇതിനേതാണ് മാച്ചിങ് അതിന് വരുന്നത് ഷോ ബട്ടൺ വേണമെങ്കിൽ കൊടുക്കാം. ലേസ് ഫ്ലവർ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കും കൂടെ ഞാൻ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ് നോക്കാം. നമ്മൾ ഫസ്റ്റ് നെക്കിൽ ഉള്ളിലോട്ട് അടിച്ച് മറയ്ക്കുന്ന പീസിൻ്റെ സൈഡ് വഴി ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ നല്ല വശം എടുത്തിട്ട് നല്ല വശത്ത് ആണ് നമ്മൾ പിടിപ്പിക്കുന്നത് കേട്ടോ. എന്നിട്ട് അടിച്ച് ഉള്ളിലോട്ട് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ലൈൻ പീസ് വെച്ചിട്ട് അടിക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇത് ഞാൻ ആ നെക്കിൻ്റെ തന്നെ ഷേപ്പിന് വെട്ടിയെടുത്ത പീസാണ് കേട്ടോ. കട്ടിങ്ങിൽ കണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് നമ്മൾ അടിച്ചിട്ട് ഉള്ളിലോട്ട് മറക്കുകയാണ് ചെയ്യണത്. അതിന് ശേഷം പതിച്ചടിക്കുക. അതിന് ശേഷം നമുക്ക് ഉള്ളിൽ നിന്നുള്ള പീസ് വെച്ച് കൊടുത്താണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ലേസ് നെക്കയിൽ വെക്കുന്നില്ല, ലേസ് വെക്കുന്ന മോഡലാണ് നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ലേസ് അറ്റാച്ച് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സെയിം ആ മോഡൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഉള്ളിലോട്ട് പിടിപ്പിച്ച പീസിൻ്റെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഫിനിഷിങ് നെക്കിൽ മറിയാൻ എളുപ്പമുണ്ട്, മറിച്ച് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലോട്ടൊന്ന് പതിച്ചടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ സൈഡ് ചേർന്നിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടുക കേട്ടോ. കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് അരികെ ചേർത്ത് ഒന്ന് അടിക്കുക. അതിന് ശേഷം നമ്മൾ ഉള്ളിൽ നിന്നുള്ള പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പുറമെ ഒരു സ്റ്റിച്ച് കൂടെ ആ പ്രസർ വീതിക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെക്ക് വെച്ചിട്ട് ഒരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മുടെ പേജിൽ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ജാസിക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജാസി എന്ന് പേര് പറഞ്ഞാൽ അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ജാസി നമുക്ക് മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ ജാസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊളാബ് ചെയ്തിരുന്നത്. അപ്പോൾ ജാസിയുടെ ഈ മോഡൽ നെക്ക് വെച്ചിട്ടുള്ള ഒരു കൊളാബ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റയിൽ CNITസിൻ്റെ ഇൻസ്റ്റാ പേജിൽ കിടക്കുന്നുണ്ട്. ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കയറി കണ്ടു നോക്കൂ കേട്ടോ. ഇൻസ്റ്റ ഉള്ളവരൊന്ന് കയറി കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ അടിച്ച് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് 6.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തിരുന്നു. ആ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട്
എന്താ നെക്കിൽ വെക്കുന്ന ആ വൈറ്റ് ഹക്കോബയുടെ പീസ് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വൈറ്റ് ഹക്കോബയുടെ പീസ് നമ്മൾ 2 ലെയറാണ് വെച്ചേക്കുന്നത്. ഉള്ളിലൊരു വൈറ്റ് പീസ് കൂടെ വെച്ചിട്ട് നേരിലടിക്കാണ്ട് നമ്മൾ അടിച്ച് മറിച്ചെടുത്തിട്ടാണ് കേട്ടോ ഹക്കോബ ഫിനിഷ് ചെയ്തേക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായിട്ട് നെക്കിൻ്റെ 6 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിൽ വെച്ച് അവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിന് നമ്മൾ ലേസ് കൊടുക്കുന്നില്ല. ഇത് എലൈനൈറ്റിയാണ്, അപ്പോൾ അവർക്ക് ലേസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് ഷോ ബട്ടൺ മാത്രമാണ് കേട്ടോ ഹക്കോബയിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എൻ്റെ ഉള്ളിലോട്ട് പോയേക്കുന്ന ഹക്കോബയുടെ പീസ് അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് അടിച്ച് ഫിനിഷ് ചെയ്യാണ്ടാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ബാലൻസ് ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് കളഞ്ഞ് സൈഡൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ, അപ്പോൾ ഫിനിഷിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളതിൻ്റെ ഷോ ബട്ടണോട് അവിടെ അറ്റാച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത്രയേ ഉള്ളൂ. അവിടെ ചെറിയൊരു ചുളുക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം എനിക്ക് ഫിനിഷിങ് അത്ര നിർബന്ധമാണ്, നമ്മൾ ചെയ്യുന്ന അത്രയും നീറ്റായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. അതിന് ശേഷം ഒരു 3 ഷോ ബട്ടണോട് അറ്റാച്ച് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ.